വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് റെന്റിന് കൊടുക്കാനുള്ള വീടാണെന്നാണ്. അപ്പോൾ റേവൈറ്റ് എന്ന് പറയുന്ന ഏജൻസിയാണ്. പിന്നെ മിക്കവരും ഇവിടെ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് കേട്ടോ, നിങ്ങൾ വെള്ളം എവിടുന്നാ കുടിക്കുന്നതെന്ന്. ഞങ്ങൾ വെള്ളം കുടിക്കുന്നത് കിച്ചൺ നമുക്ക് വേണ്ടിയിട്ട് ഗരാജ് ഡോർ ഒന്ന് തുറന്ന് കാണിക്കുന്നുണ്ട്. ഇതാ കണ്ടോ, ഗരാജ് ഡോർ തുറന്നിട്ട്. അപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ റെന്റിനെ കുറിച്ച് അറിയാൻ നല്ല താല്പര്യമുണ്ടെന്ന്. ഞാൻ പറഞ്ഞല്ലോ ഇത് വളരാവും. അപ്പോൾ അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം 1,48,000 രൂപ. വെൽക്കം ടു വേൾഡ് മലയാളി വ്ലോഗർ. ഓരോ കാഴ്ചയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട്. ആ കഥയിലേക്ക്, വേൾഡ് മലയാളി വ്ലോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തംബ്നെയിലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ. അപ്പൊ ഇന്ന് ഹോം ടൂർ വീഡിയോ ആണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു നിങ്ങൾ റെന്റിന് താമസിക്കുന്ന വീടിന്റെ ഒരു ഹോം ടൂർ ചെയ്യാവോന്ന്. അപ്പോൾ അന്ന് എനിക്ക് പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് റൂൾസ് ഉണ്ട്. അപ്പോൾ ഓണറിനോടൊന്നും ചോദിക്കാതെ എങ്ങനെയാണ് ഹോം ടൂർ ചെയ്യുന്നത് എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പം ഓണറിനോട് ചോദിച്ചു, പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഇപ്പം ഈ ഹോം ടൂർ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോവാം. അതിനു മുമ്പ് ഞാൻ ഇവിടുത്തെ ഏരിയയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ താമസിക്കുന്ന ഈ ലൊക്കാലിറ്റി, ഈ സ്ട്രീറ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ലൊക്കാലിറ്റി. കണ്ടോ, ഈ റോഡ് മേളിലേക്ക് കുത്തനെ ഒരു കയറ്റാണ്. ഇവിടെ ഈ സൈഡുകളിലൊക്കെ ധാരാളം വീടുകളുണ്ട്. ഈ വീടുകൾക്കൊന്നും ഫ്രണ്ടിൽ മതിലൊന്നും ഇല്ല കേട്ടോ. ബാക്ക് യാർഡ് സൈഡിലേക്ക് മാത്രമാണ് മതിലുകളുള്ളത്. അപ്പോൾ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം. ഈ പുറകിൽ കാണുന്ന ബോർഡ് എന്താണെന്നറിയോ, ആ വീട് റെന്റിന് പോവാണ്. ആ ബോർഡ് ഞാൻ കാണിച്ചു തരാവേ. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് റെന്റിന് കൊടുക്കാനുള്ള വീടാണെന്നാണ്. അപ്പോൾ റേവൈറ്റ് എന്ന് പറയുന്ന ഏജൻസിയാണ് അത് റെന്റിന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് നമുക്ക് അന്വേഷിച്ച് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ വീട്. നമുക്ക് വീടിനകത്തോട്ട് പോവാം. ഒരു കുഞ്ഞു ഗാർഡനൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീടിന്റെ ഫ്രണ്ടില്. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ്. അപ്പുറത്ത് കാണുന്നത് ബുഷ് ലാൻഡ്സ് ആണ്, ഒരു കുഞ്ഞു കാട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ അയലോക്കക്കാര്. ഇവിടെ മലയാളികളൊന്നും ഇല്ല കേട്ടോ. ഈ സ്ട്രീറ്റില് മലയാളികൾ ആരും ഇല്ല. ഇന്ത്യൻസിനെയും ഇതുവരെ ഞങ്ങൾക്ക് പരിചയം ആരും ഇല്ല. ഇന്ത്യൻസ് ഇല്ലെന്ന് തന്നെയാണ് അറിവ്. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്യാരേജ് കേട്ടോ. നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി വീടിനകത്തേക്ക് പോവാം. അപ്പം നമുക്ക് വീടിനകത്തെ കാഴ്ചകൾ കാണാം. കിച്ചു ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് എല്ലാരെയും വീട് കാണിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പൊ ഞാനും കിച്ചുവും കൂടെ ഈ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ. ഞങ്ങൾക്ക് 4 ബെഡ്റൂം ആണുള്ളത്. അപ്പൊ ആദ്യത്തെ ബെഡ്റൂം ഞങ്ങള് പൂജാമുറിയായിട്ട് കൺവെർട്ട് ചെയ്തിരിക്കുകയാണ്. അതാദ്യം കാണിച്ചു തരാട്ടോ. ഇതിങ്ങനെ കേറുമ്പോ ഒരു ഇടനാഴിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ റൂം. ഇത് പൂജാമുറിയായിട്ട് കൺവെർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി ഇവിടെ ഒരു ഇടനാഴിയാണ്. ഈ ഇടനാഴിയുടെ ആദ്യമായിരുന്നു ആ ബെഡ്റൂം ഉണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ റൂം. ഈ റൂം കണ്ണനും കിച്ചുവും കൂടെ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ കണ്ണൻ സ്കൂളിൽ നിന്ന് വന്നു. അപ്പൊ കണ്ണൻ ഇനി നെക്സ്റ്റ് നമ്മളെ കണ്ണന്റെ റൂം കാണിച്ചു തരും. അപ്പൊ കണ്ണനും കിച്ചുവും കൂടെ നമുക്ക് അവരുടെ ടോയ് റൂം കാണിച്ചു തരാൻ പോവാണ്. അപ്പൊ ഈ ബെഡ്റൂം നമ്മള് ടോയ് റൂം ആയിട്ടാട്ടോ
ഈ ബെഡ്റൂം നമ്മൾ ടോയ് റൂം ആയിട്ട് കൺവെർട്ട് ചെയ്തേക്കാണ്. ഇത് കണ്ണൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഓസ്ട്രേലിയയുടെ ഒരു മാപ്പ് റെഡിയാക്കി എടുത്തതാണിത്. ഇത് പസിൽസ് ആണ്. പസിൽസ് അല്ലേ അണ്ണ? പസിൽസ്. അത് വെച്ചിട്ട് അവൻ ഓസ്ട്രേലിയയുടെ മാപ്പ് ആക്കി എടുത്തേക്കാണ്. പിന്നെ ഇവിടെ കൊറേ എന്താണ് അതിന് പറയണേ? എന്താ അതിന് പറയുന്നത് തന്നെ? നോഫ് ഗൺസ്, പിന്നെ കൊറേ സാധനങ്ങളുണ്ട്. ഇത് ഈ റൂമിലും ഉണ്ട് ഒരു വാൾ ഡെക്കറേഷൻ. ഉണ്ടോ? ഇവിടെയൊക്കെ ഇങ്ങനെ പോക്കേമോൻ ഒട്ടിച്ച് വെച്ചേക്ക്. ഇതിനകത്ത് ഫുൾ കളിപ്പാട്ടാണ്, ടോയ്സ് ആണ്. ഇതാ കണ്ടോ, കാണിച്ചു തരുന്നുണ്ടോ? ഫുൾ ടോയ്സ് ആണ് ഈ ഷെൽഫ്, ഫുൾ ടോയ്സ്. ഇത് ശരിക്കും ടി വി റൂമാണ്. ടി വി വെക്കാനായിട്ടുള്ള ഒരു റൂമും നമ്മള് എന്താ സോഫയും കാര്യങ്ങളും ടിവിയും എല്ലാം വെച്ച് സെറ്റപ്പ് ആക്കാനുള്ള ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ ഞങ്ങള് ഇതൊരു സ്റ്റഡി റൂമായിട്ടാണ് കൺവേർട്ട് ചെയ്തത്. അപ്പൊ ഇവിടെ ഇരുന്നാണ് കണ്ണൻ പഠിക്കുന്നത്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഒക്കെ ഇവിടെ ഇരുന്നാണ്. അപ്പൊ ഇനിയാണ് മെയിൻ ഏരിയ വരുന്നത്, നമ്മുടെ ഫ്രണ്ട് റൂം എന്ന് പറയാം. പക്ഷെ നമ്മുടെ നാട്ടിലെ ഫ്രണ്ട് റൂം ഇവിടെ ബാക്കിലാണ്. അതായത് നമ്മുടെ ലിവിംഗ് റൂം. ലിവിംഗ് റൂമും കിച്ചണും കൂടെ ഒരുമിച്ചാണ് കേട്ടോ. ഇത് കണ്ടോ? അപ്പൊ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഇവിടെ ഓവനും കാര്യങ്ങളും ഒക്കെ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. ഇലക്ട്രിക് കുക്ക് ടോപ്പ് ആണ്, ഗ്യാസ് അല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ അടുക്കള എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ചിമ്മിനി ഉണ്ട് കണ്ടോ. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഷെൽഫുകളും കാര്യങ്ങളും ഒക്കെ, ചെറിയ ഷെൽഫുകൾ. ഇവിടെ ഒരു ഇത്തിരി വലിയ ഒരു അൽമാര പോലത്തെ ഷെൽഫുണ്ട്. പിന്നെ മിക്കവരും ഇവിടെ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് കേട്ടോ, നിങ്ങൾ വെള്ളം എവിടുന്നാ കുടിക്കുന്നതെന്ന്. ഞങ്ങൾ വെള്ളം കുടിക്കുന്നത് ഇതാ ഇവിടെയാണ് കേട്ടോ. ഈ ടാപ്പ് വാട്ടർ തന്നെയാണ് എല്ലാവരും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ വെള്ളം പ്യൂരിഫൈഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് വെള്ളം നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കുടിക്കാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് തിളപ്പിച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ച് യൂസ് ചെയ്യാം. പക്ഷെ ഇത് ഡയറക്റ്റ് തന്നെ എല്ലാവർക്കും കുടിക്കാൻ പറ്റും കേട്ടോ. കിച്ചൺ നിങ്ങളെ കുടിച്ച് കാണിക്കുക. ആ വെള്ളത്തിന് അങ്ങനെ വലിയ ചൊവ്വ വ്യത്യാസമൊന്നുമില്ല, ക്ലോറിന്റെ ചൊവ്വയോ അങ്ങനെ ഒന്നുമില്ല. നല്ല വെള്ളമാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ലിവിംഗ് റൂം. ഇവിടെയാണ് സോഫയും കാര്യങ്ങളും ഒക്കെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ ടി വി കാണുന്നത്. ടി വി എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇവിടെ ഒരു മൈക്രോവേവ് ഓവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അയൺ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ടി വി. അധികം ഫർണിച്ചറുകളൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യത്തിനുള്ള ഫർണിച്ചറുകൾ മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ. ഒരു ടീപ്പോയ ഉണ്ട്, സോഫ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ലിവിംഗ് റൂം. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത്രയേ ഉള്ളോ, ബെഡ്റൂം എന്ത് ചെയ്യുന്നു? ബെഡ്റൂം കാണിച്ചു തരാവേ. ഇതാ. അപ്പൊ നമ്മളിപ്പോ ഈ കോറിഡോറിലാണ്, ഈ കോറിഡോറിൽ കൂടെയാണ് കയറി വന്നത്. 1-2 ബെഡ്റൂമും ഇവിടെ ഒരു റൂം നമ്മൾ കണ്ടു. പിന്നെ ഈ ലിവിംഗ് റൂമും. അപ്പൊ ഞങ്ങളുണ്ടല്ലോ, ഇതിനെ ഉണ്ടല്ലോ ട്രെയിൻ എന്നാണ് കേട്ടോ വിളിക്കണേ. ട്രെയിനിന്റെ ഒരു ബോഗിയാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് ട്രെയിനിന്റെ ഫസ്റ്റ് ബോഗി. ഇനി ട്രെയിനിന്റെ സെക്കൻഡ് ബോഗിയിലേക്ക് നമുക്ക് പോവാവേ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ട്രെയിനിലെ സെക്കൻഡ് ബോഗി. അപ്പൊ ഈ ഇങ്ങനെ ഒരു വോള് വെച്ചിട്ട് ഈ സെപ്പറേഷൻ കൊടുത്തിരിക്കുന്ന കാരണം ലിവിംഗ് റൂമും ബെഡ്റൂമും തമ്മിൽ നല്ല ഒരു പ്രൈവസി ഉണ്ട്. ബാത്റൂമുകളെല്ലാം ഈ സൈഡിലാണ്. അപ്പുറത്തെ ബെഡ്റൂമുകളിലൊന്നും ബാത്റൂം ഇല്ലായിരുന്നു. അപ്പൊ ബാത്റൂമും ഒക്കെ ഈ സൈഡിലാണ് ഉള്ളത്.
നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. അത്ര വലിയതൊന്നും അല്ല കേട്ടോ, എന്നാലും നല്ല സൗകര്യമുണ്ട്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇവിടെയും സ്ലൈഡിംഗ് ആയിട്ടുള്ള ഷെൽഫുകൾ, അലമാരികൾ വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാവേ. കിച്ചു കാണിച്ചു കൊടുത്തേ കിച്ചു. അപ്പൊ ഇങ്ങനെ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന തരത്തിലുള്ള ഷെൽഫുകളാണ് ഒരു സൈഡില്, അല്ലാത്ത ഷെൽഫ് മോഡലിലുള്ളതാണ് ഒരു സൈഡില്. ഇത് മാസ്റ്റർ ബെഡ്റൂം ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂം കാണിച്ചേക്കിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. ഇവിടെ ടോയ്ലറ്റും അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമിന്റെ തന്നെ ടോയ്ലറ്റും ഉണ്ട്. ഇങ്ങനെ ഒരു കണ്ണാടി കൂട്ടിന്റെ അകത്തൊക്കെയാണ് കേട്ടോ ഇവിടെ നമ്മള് ഷവർ ഏരിയ. കണ്ടോ, ഇതാണ് ഷവർ ഏരിയ കേട്ടോ. ഇവിടെയാണ് നമ്മുടെ മിററും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഒരു വാഷ് ബേസിനുണ്ട്. ഇത്രയാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ബാത്റൂം കാണിച്ചു തരാം. അടുത്ത ബാത്റൂം എന്ന് പറയുന്നത് കോമൺ ബാത്റൂം ആണ്. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് സെപ്പറേറ്റ് ആണ്. ടോയ്ലറ്റ് ഇങ്ങനെ ഒരു ചെറിയ റൂമിലാണ് കേട്ടോ. ടോയ്ലറ്റ് ഇങ്ങനെ ഒരു ചെറിയ റൂമാണ് കേട്ടോ. ഇത്രേ ഏരിയയേ ഉള്ളൂ ടോയ്ലറ്റ്, കുഞ്ഞിതാ കണ്ടോ. പിന്നെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് ബാത്റൂം വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ടോയ്ലറ്റ്, ഇത് ബാത്റൂം. ഇവിടെ നമുക്കൊരു ബാത്ടബ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇടയ്ക്ക് കണ്ണനും കിച്ചും കളിക്കാറുണ്ട്, അല്ലാണ്ട് ഞങ്ങൾ ആരും കുളിക്കാൻ യൂസ് ചെയ്യാറില്ല. ഇവിടെ വെള്ളത്തിന് നല്ല വാട്ടർ ചാർജ് കൊടുക്കണം. അതുകൊണ്ട് ഈ ബാത്ടബ് നിറയത്തക്ക വിധം വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി വെള്ളമാകും. അപ്പൊ ഇവിടെയും ഉണ്ട് നമുക്കൊരു ഷവർ ഏരിയ. ഇതുപോലെ ഗ്ലാസിന്റെ അകത്ത് ഒരു ഷവർ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ 2 ബാത്റൂമുകള്. അപ്പൊ ഈ ബാത്റൂമിൽ മാത്രം നമുക്കിങ്ങനെ ഒരു ബാത്ടബും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു കണ്ണാടി ഉണ്ട്. ഇത് എന്റെ ഡ്രസ്സിങ് ഏരിയ ആണ്. അപ്പൊ ഇവിടെയും കണ്ണാടിയൊക്കെ ഉണ്ട്. പിന്നെ അപ്പൊ ഇനി ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏരിയയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാർഡ്രോബ് പോലെ ഇങ്ങനെ തുറന്ന് ഇതിനകത്ത് നമുക്ക് ഡ്രസ്സ് വെക്കാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. ഇനി ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. ഈ നമ്മുടെ ട്രെയിനിന്റെ 2ാമത്തെ ബോഗിയില് ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ മാസ്റ്റർ ബെഡ്റൂം ആയിരുന്നു. അവിടുന്ന് ഈ ഏരിയയിലേക്കാണ് വന്നത്. ഇനി നമ്മള് ഈ കോറിഡോറിന്റെ ഇങ്ങേ അറ്റത്തായിട്ട് നമ്മുടെ ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. അതാണിത്. ഓക്കെ. ഇവിടെ നല്ല ബ്ലൈൻഡേഴ്സും ഷട്ടേഴ്സും ഒക്കെ വെച്ചിട്ട് നല്ല വിൻഡോസ് ആണ് തന്നിരിക്കുന്നത്. ശരിക്കും കോമൺലി ഈ സാധനം ഉണ്ടാവാറില്ല. ചുമ്മാ ബ്ലാങ്ക് ആയിട്ട് വിൻഡോ മാത്രമാണ് ഉണ്ടാവാറ്. കണ്ടോ, സാധാരണ വീടുകളിൽ ഇങ്ങനെ മാത്രമാണ് വരാറ്. ഇത് നമുക്ക് ഓൾറെഡി ഇവിടെ ബ്ലൈൻഡേഴ്സ് ആൻഡ് ഷട്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ഇത് നല്ലതാണ് കേട്ടോ. തണുപ്പൊന്നും അധികം അകത്തേക്ക് കേറില്ല. ഇവിടെ ഉണ്ടല്ലോ, രാവിലെ ആവുന്ന എത്ര മണിക്കാന്ന് നിങ്ങൾക്ക് അറിയാവോ? സമ്മർ ടൈമില് 4-4:30 ആവുമ്പം നല്ല വെളിച്ചാണ്, പര വെളിച്ചാണ്. അപ്പൊ ഈ റൂം കണ്ടല്ലോ അല്ലെ. അപ്പൊ ഈ റൂമിലും നമുക്ക് ഇതുപോലെ തന്നെ ഷെൽഫുകളുണ്ട് കേട്ടോ, സ്ലൈഡിങ് ഷെൽഫുകളുണ്ട്. ഇതൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതാണേ. നല്ല ഭംഗിയുണ്ടല്ലേ വോളൊക്കെ കാണാൻ. അപ്പൊ ഞങ്ങളുടെ 2 ട്രെയിനിന്റെ ബോഗികളും പരിചയപ്പെട്ടല്ലോ അല്ലെ. അപ്പൊ ഇത് ഫസ്റ്റ് ബോഗി, ഇത് ഞങ്ങളുടെ സെക്കൻഡ് ബോഗി. ഇനി ഈ സെക്കൻഡ് ബോഗിയിൽ ഒരു റൂമും കൂടെ ഉണ്ട്. ഇതാണ് വാഷിംഗ് ഏരിയ. അപ്പൊ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനും പിന്നെ അതുപോലെ ബ്രഷ് ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഞങ്ങൾ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. അപ്പൊ ഈ വാഷിംഗ് ഏരിയ എന്നുണ്ടല്ലോ, ഇങ്ങനെ ഈ സ്ലൈഡ് ഡോർ ഉണ്ട്. അത് തുറന്നിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഡ്രസ്സ് വിരിക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഇങ്ങനെ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങി
നേരെ അങ്ങോട്ട് ചെന്ന് നമുക്ക് തുണി വിരിക്കാം. ഇത് ശരിക്കും സൗകര്യമാണ്. ഇത് നമ്മുടെ ഗാരേജിന്റെ അവിടുന്ന് പുറത്തേക്കുള്ള ഡോറാണ് ഇത്. അപ്പൊ ഇതേ ഇവിടുന്ന് നമ്മളിത് ഇവിടെ വന്ന് ഇവിടെ ഡ്രസ്സ് വിരിച്ചിടാം. നല്ല സൗകര്യമാണ്. ഇങ്ങനെ ഡ്രസ്സൊക്കെ വിരിച്ച് നല്ല സുന്ദരമായിട്ട് ഉണക്കിയെടുക്കാനുള്ള ഏരിയയും സ്ഥലവും എല്ലാം ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ ബ്രിസ്ബെയിനിലും പപ്പായ മരം ഉണ്ട് കേട്ടോ. പപ്പായ കിളുത്ത് വെക്കുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലെയാണേ, നമ്മുടെ വീട്ടിലെ കാണിച്ചു തരാം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ ഈ വീട് എനിക്കൊരു ഭയങ്കര സ്വർഗ്ഗമാണ്. കാര്യം എന്നാന്നറിയോ, ഞാൻ ബാംഗ്ലൂരിൽ ഇത്രയും നാളായിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ ബാംഗ്ലൂരിലെ ഫ്ലാറ്റുകൾ അത്ര വലുതൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഈ ഫ്ലാറ്റ് ജീവിതം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു വീട്ടിലേക്ക് വന്ന് താമസിക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഭയങ്കര സന്തോഷമാണ്. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഈ ക്ലീനിങ്ങും. നമ്മള് ഇവിടെ മാത്രമല്ല, ഞാൻ ഈ ബാക്ക് യാർഡ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബാക്ക് യാർഡൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. വീട് നല്ല ഇതുപോലെ തന്നെ കുട്ടപ്പനായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം കാരണം ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇത്രയും നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ താമസിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഞാൻ അതിനെ എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല ഒരു എന്താ പറയാ, ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാനിനി ബാക്ക് യാർഡ് കാണിച്ചു തരാം. ഇവിടെ ഓസ്ട്രേലിയയില് ഫ്രണ്ട് യാർഡിനെക്കാട്ടിലും ബാക്ക് യാർഡിനാണ് ഭയങ്കര ഇമ്പോർട്ടൻസ്. അവിടെ നമ്മൾ മതിലൊന്നും കണ്ടില്ലല്ലോ, ഇവിടെ മതിലുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബാക്ക് യാർഡ്. ഇവിടെ ഇങ്ങനെ ഒരു ഡെക്കുണ്ട്, ഇരിക്കാൻ നമുക്ക് ഒരു സീറ്റ് ഉണ്ട്. ഇങ്ങനെ നമ്മുടെ അരമതില് പോലെ സീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കിച്ചു കാണിക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ ഉണ്ടാക്കി വെച്ച ഒരു ടെറേറിയമാണ്. ഓക്കെ, പിന്നെ ഇതുപോലെ ഇവിടെ കുറച്ച് കസേരകൾ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ വന്ന് വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇരിക്കാം. പിന്നെ ഡ്രസ്സ് ഉണക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മിക്ക വീടുകളിലും ഇതുപോലെയും കൂടെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമുക്കിത് ഹാൻഡി ആണല്ലോ, എടുത്ത് മഴയൊക്കെ പെയ്യുവാണെങ്കിൽ. ഇന്ന് നല്ല മഴ ദിവസമാണ്. ഇതേ കണ്ടോ, കാർമേഘം എങ്ങനെയാ തടിച്ചുകൂടി നിൽക്കുന്നതെന്ന്. കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. മഴ ഇവിടെ പ്രെഡിക്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും മഴ പെയ്തിരിക്കും. ആ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ മഴ പെയ്തിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ വന്ന് നമുക്ക് വൈകുന്നേരം ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇതാ ഇവിടെയുണ്ട്, ഇങ്ങനെ നല്ല രസമില്ലേ കാണാൻ. പിന്നെ ഇതാ ഇവിടെ ഉണ്ടല്ലോ നമുക്കൊരു ചെറിയ തട്ട് പോലെയുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഗ്യാസ് അടുപ്പ് വെക്കാം. അപ്പം ഗ്യാസ് അടുപ്പ് ഉള്ളവർക്കാണെങ്കിൽ പുറത്ത് വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഷെൽഫുകളും ഉണ്ട്, ഈ ഷെൽഫിൽ സാധനങ്ങൾ വെക്കാം. ഞങ്ങളിപ്പോൾ തൽക്കാലം ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. നമ്മൾ അകത്ത് തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, ബാക്ക് യാർഡ് ഫ്രണ്ട് യാർഡിനെക്കാട്ടിലും സൗകര്യമാണ്. അപ്പം മറ്റേ വീടുമായിട്ട് ഈ വീട് സെപ്പറേറ്റ് ചെയ്യുന്ന മതിലുള്ളത് ഈ ബാക്ക് യാർഡിന്റെ സൈഡിലായിട്ടാണ് വരുന്നത്. കണ്ടോ? അപ്പൊ ഇവിടെ ഓസ്ട്രേലിയയിലെ ബാക്ക് യാർഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആട്ടോ. അതുകൊണ്ട് ബാക്ക് യാർഡ് നമ്മൾ നന്നായിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബാക്ക് യാർഡിൽ ഒരുപാട് കൃഷിയുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങളൊന്ന് കയറി കാണണം കേട്ടോ. കാരണം ഒരുമാതിരി വിളവെടുപ്പ് എല്ലാത്തിൻ്റെയും കഴിഞ്ഞു. ഇനി കുറച്ച് സാധനങ്ങൾ മാത്രമേ ബാക്കി നിൽപ്പുള്ളൂ. അപ്പം ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു തരാം ബാക്ക് യാർഡിൽ എന്തോരം സ്ഥലം ഉണ്ടെന്ന്. അവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ഥലമുണ്ട്. മുളക് ചെടി കേട്ടോ, നിറയെ മുളകുണ്ട് കേട്ടോ, നിറയെ മുളക് നിൽപ്പുണ്ട്. ഉണ്ട് നമ്മുടെ പപ്പായ ഇവിടെ നിൽപ്പുണ്ട്. പപ്പായ ഒരു കുട്ടി പപ്പായ നിൽപ്പുണ്ട്, കുറച്ച് വലുതായ ഒരു പപ്പായ നിൽപ്പുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും ഇറങ്ങി പോവാൻ പറ്റും കേട്ടോ. കേട്ടോ, നല്ല അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് അയലോക്കത്തെ വീടുകൾ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബ്രിസ്ബെയിനിലെ വീട്.
നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ദാ ആ വന്നിരിക്കുന്ന കുരുവികളെയൊക്കെ കണ്ടോ, ഇതിന്റെ പേര് നോയ്സി മൈനർ എന്നാണ്. ഇവര് എപ്പോഴും വന്നിട്ട് എന്നോട് ഫുഡ് ചോദിക്കാറുണ്ട്. എന്റെ ഭയങ്കര ഫ്രണ്ട്സാണ് ഇവര്. അപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ റെന്റിനെ കുറിച്ച് അറിയാൻ നല്ല താല്പര്യമുണ്ടെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ നല്ല ഒരു ഏരിയയാണ്. ഇത് സ്പ്രിംഗ്ഫീൽഡ് ലേക്സ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അപ്പോൾ സ്പ്രിംഗ്ഫീൽഡ് സെൻട്രൽ സ്റ്റേറ്റ് സ്കൂള് ഇതിന്റെ വളരെ അടുത്താണ്. അത് മാത്രമല്ല, സ്കൂള് നല്ലൊരു സ്കൂളാണ്, നല്ല റിവ്യൂ ഉള്ള നല്ലൊരു സ്കൂളാണ്. പിള്ളേർ അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് വാടക അല്പം കൂടുതലാണ്. അല്ലെങ്കിൽ തന്നെ ബ്രിസ്ബെയിനിൽ ഇപ്പം ഭയങ്കര റെന്റൽ ക്രൈസിസ് ആണ്, വാടക വളരെ കൂടുതലാണ്. ഈ വീടിന് പെർ വീക്ക് $650 ആണ്. ഒരു മന്ത് $2600 ആവും. അപ്പോൾ അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം 1,48,000 രൂപയോളം നമുക്ക് റെന്റ് മാത്രമായിട്ട് കൊടുക്കണം. വാട്ടർ ചാർജും കറണ്ട് ചാർജും ഒക്കെ എക്സ്ട്രാ ആണ്, അതും വരും അത്യാവശ്യം ഒരു തുക. അപ്പോൾ റെന്റ് കൂടുതലാണ്, റെന്റൽ ക്രൈസിസ് ഉണ്ട്, റെന്റ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പറയാനുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. റെന്റ് ഇത്രയൊക്കെ ആവും റെന്റ് കേട്ടോ. ഇവിടെ മിക്കയിടത്തും ഇപ്പം അത്യാവശ്യം നല്ല റെന്റ് ഉണ്ട്. ബ്രിസ്ബെയിൻ സിറ്റിയിലൊക്കെ ആണെങ്കിൽ $800 പെർ വീക്ക് ആവും. അപ്പൊ ഒരു കാര്യം കൂടെ കാണിക്കാൻ മറന്നുപോയി, ഗാരേജ് കാണിച്ചില്ലല്ലോ. അപ്പൊ ഗാരേജ് കാണിച്ചു തരാം. ഇവിടെ ഗാരേജ് എന്നല്ല പറയുന്നത്, ഗരാജ് എന്നാ പറയുന്നത്, അല്ലേ ചേച്ചു? എങ്ങനെ പറയുന്നത്? ഗരാജ്. അപ്പൊ അത് ഞങ്ങളുടെ ട്രെയിനിന്റെ ഫസ്റ്റ് ബോഗിയിലാണ് ഗരാജ് ഡോർ ഉള്ളത്. കിച്ചു ലൈറ്റ് ഇടാവോ ഉള്ളിലേക്ക് കയറിയിട്ട്? അപ്പൊ ഗരാജ് ഇതാ ഇതുപോലെ ഞങ്ങൾക്ക് ഒന്ന് താഴോട്ട് ഇറങ്ങി പോണം. ഇതാ ഇങ്ങനെ താഴേക്ക് സ്റ്റെപ്പ് ഉണ്ട്. താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി ഇവിടെ കാറ് കിടപ്പുണ്ട്. ജീപ്പ് കോമ്പാസ് ആണ് കാറ്. നമ്മളിത് സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ് കേട്ടോ. ഇതില് 2 കാറ് കിടക്കും ഈ ഗരാജില്. നമുക്ക് അത്യാവശ്യം വേണ്ടാത്ത സാധനങ്ങളും എല്ലാം നമുക്ക് ഗരാജിൽ കൊണ്ടിടാം. ഇപ്പൊ കിച്ചൺ നമുക്ക് വേണ്ടിയിട്ട് ഗരാജ് ഡോർ ഒന്ന് തുറന്ന് കാണിക്കുന്നുണ്ട്. ഇതാ കണ്ടോ, ഗരാജ് ഡോർ തുറന്നിട്ട് നമുക്കിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി പോവാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. നിങ്ങൾ മറന്നു പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ലാസ്റ്റ് വരെ എത്തുമ്പോഴത്തേക്കും ആണല്ലോ ഈ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം പറയുന്നത്. അപ്പൊ നിങ്ങൾ മറന്നു പോകുന്നതായിരിക്കും. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും മറ്റൊരു ഓസ്ട്രേലിയൻ വിശേഷവുമായി കാണുന്നത് വരെ, ദിസ് ഇസ് ശ്രീജിത്ത് സൈനിങ് ഓഫ്.